ഒരു വേനൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന തേനെടുപ്പ്. തവളക്കുഴിപ്പാറ ആദിവാസി കോളനിയിൽ മലയ സമുദായത്തിന്റെ മൂപ്പനായ ഗോപിയും കൂട്ടരും വർഷങ്ങളായി കാടിന്റെ ഈ മധുരം ലോകത്തിന് നൽകി വരുന്നുണ്ട്. ഞങ്ങൾ തേനടക്കം പോകുമെന്ന് പറഞ്ഞാൽ 3-4 കൂടി തേനടക്കം പോകും. തേനടക്കം പോകുമെന്ന് പറഞ്ഞാൽ തേൻ മുന്നേ കണ്ടുപിടിക്കാനായിട്ട്, തേൻ്റെ സമയം വന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് നടക്കും. പുകല, ചുണ്ണാമ്പ്, ഇപ്പം സാധനമുള്ളതായിരുന്നു. ചന്ദനത്തിരി അവിടെ തന്നെ ഞങ്ങൾ വേറെ ഒരാൾക്ക് പൂജ വയ്ക്കുന്നുണ്ട്. അത് മാട്ടിങ്ങൽ സാത്താവെന്ന് പറയും. പൂജ കഴിഞ്ഞാൽ മരത്തിൽ ചവിട്ടിക്കയറാനുള്ള ആണികൾ അടിക്കുക എന്നതാണ് അടുത്തതായി ചെയ്യാനുള്ളത്. അതിനായി ആദ്യത്തെ ആണി മൂപ്പനാണ് മരത്തിൽ അടിക്കുന്നത്. പിന്നീടത് മറ്റുള്ളവർ ഏറ്റെടുക്കും. ഒരു പിടിവള്ളി മാത്രമാണ് ഈറ്റ കൊണ്ടുള്ള ഈ ഏണി. തീയുടെ ചൂടേൽക്കുന്നതോടെ തേനീച്ചകൾ കൂട്ടമായി കൂടിവിട്ട് പറന്നുപോകും. ഹലോ ഹലോ, എങ്ങോട്ടാ? നിങ്ങളുടെ കാറല്ലേ ഇത്? അതെ. എങ്ങോട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് കൂടെ വരാനായിരുന്നു. ഞാൻ പോകുന്നിടത്തേക്കോ? അതിന് നിങ്ങളാരാ? എനിക്കറിയില്ലല്ലോ. ഞാൻ അങ്ങോട്ടൊന്നല്ല. എവിടേക്കല്ല, എവിടേക്കാണേലും കുറച്ച് ദൂരം ഞാനും വരുന്നുണ്ട്. എന്ത്? ഹലോ, അതെന്ത് പരിപാടി? അതൊന്നും ശരിയല്ല കേട്ടോ. വഴിയിൽ പോലീസൊക്കെ ഉണ്ടാവും. അതൊക്കെ ശരിയാവും. കുറച്ച് ദൂരം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞില്ലേ? താൻ എന്നെ തട്ടിക്കൊണ്ടുപോകുന്നല്ലോ. ഈ കഥ നടക്കുന്നത് കുറെ അകലെയാണ്. അകലെയെന്ന് പറയുമ്പോൾ അനേകം പ്രകാശവർഷങ്ങൾക്കപ്പുറമുള്ള ഒരു പാരലൽ ദുനിയാവിലെ കേരളത്തിലുള്ള കൊച്ചു മലബാറിൽ. കഥ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു കെട്ടുകഥ തന്നെ. പക്ഷെ അനേകം കെട്ടുകഥകൾ കൊണ്ട് പണിത ഒരു കെട്ടുകഥയാണിത്. ഈ കഥ എഴുതിയത് റീല് വിക്രമൻ എന്നൊരാളാണ്. കഥാകാരനെ കുറിച്ച് പറയുമ്പോൾ വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. തന്റെ യൗവനകാലത്ത്, അതായത് 1970-80കളിൽ വിക്രമൻ മിക്ക സിനിമകളും തിയേറ്ററിൽ പോയി കാണുമായിരുന്നു. എന്നിട്ട് ആ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ സിനിമയിലെ കഥ ഒരു സീൻ പോലും വിടാതെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് വിക്രമൻ റീല് വിക്രമനായത്. വാർദ്ധക്യത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്ന വിക്രമന് പെട്ടെന്ന് ഒരു നാൾ തന്റെ നാട്ടിൽ നടന്ന പഴയൊരു കഥ എഴുതാൻ തോന്നി. അയാൾ എഴുതി. പക്ഷേ പുസ്തകം പുറത്തിറങ്ങി അധിക നാൾ കഴിയും മുമ്പേ വിക്രമൻ മരണപ്പെട്ടു. ആ പുസ്തകത്തിന്റെ പേര് അതുവഴി ഒരു 1.5 കിലോമീറ്റർ വെച്ചുപിടിച്ചാൽ അഹമ്മദ് ഹാജിയുടെ വീടെത്തും. മുരിക്കിൻ കുന്നത്ത് അഹമ്മദ് ഹാജിയുടെ.
കഥ തുടങ്ങുന്നത് 1981-ലാണ്. അന്ന് ബോംബെക്കും മംഗലാപുരത്തിനും ബദലായി നമ്മുടെ ബേപ്പൂർ പോർട്ട് വഴിയും സ്വർണ്ണക്കടത്ത് നടന്നിരുന്നു. വലിയ ചെക്കിംഗ് ഇല്ലാത്തതാണ് പലർക്കും മലബാർ പ്രിയമാകാൻ കാരണം. പിന്നീട് സ്വർണം ഇവിടുന്ന് റോഡ് മാർഗം സേലത്തേക്കും നാഗ്പൂരിലേക്കും എത്തിക്കും. മലബാറിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഹാജിയായിരുന്നു. 70കളുടെ തുടക്കം മുതൽ 81 വരെയായിരുന്നു ഹാജിയുടെ സമയം. കൃത്യമായി പറഞ്ഞാൽ സുൽത്താൻ റഷീദ് എന്ന ഒരു ബേപ്പൂരിൽ അടുക്കുന്നത് വരെ. സ്ഥിരം ഗോൾഡ് കൺസൈൻമെന്റ് ആയിരുന്നില്ല ആ ഉരുവിൽ. 2 മാസം മുന്നേ സോവിയറ്റ് റഷ്യയുടെ ഭാഗമായ അർമേനിയയിലെ ഒരു ക്രിസ്ത്യൻ പള്ളി കൊള്ളയടിക്കപ്പെട്ടിരുന്നു. പഴയ സാർ ചക്രവർത്തിയുടെ ചെങ്കോൽ ഉൾപ്പെടെയുള്ള നിധിശേഖരമാണ് പള്ളിയിൽ നിന്ന് അപഹരിക്കപ്പെട്ടത്. അന്നത്തെ കാലത്ത് 5 കോടി രൂപ വരുമായിരുന്നു അതിന്റെ വില. പിന്നീട് പലരുടെയും കൈകളിലൂടെ മറിഞ്ഞ് ചിലരുടെ മരണവും കണ്ടാണ് ആ നിധി ആ ഉരുവിലെത്തിയത്. ഹാജിയും പത്രോസും മരിച്ചതിൻ്റെ 7-ാം നാൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ബോംബെയിൽ നിന്നൊരാൾ വന്നു. പത്രോസിന്റെ മകൻ. മലബാറിൽ ഹാജിയുടെ വലങ്കയായി പത്രോസ് എന്തു ചെയ്തിരുന്നോ അതുതന്നെയാണ് മകൻ ബോംബെ ഡോക്കിലും ചെയ്തിരുന്നത്. പക്ഷേ 4-ാം നാൾ അവൻ ആ ഗ്രാമത്തിലെത്തി, തന്നെ നരകം കാണിക്കാനായി കാത്തിരിക്കുന്നവരുടെ ഇടയിലേക്ക്. തന്നെ ഇത്രയും കാലം ജീവിക്കാൻ പ്രേരിപ്പിച്ച ആ നിധിയുടെ അടുത്തേക്ക് അവൻ നടന്നെടുത്തു. നിധി ചരിത്രം ആവർത്തിക്കും. ചോര കൊണ്ടുള്ള കുരുതി കഴിയണം അതിനൊരു നാഥനെ ലഭിക്കാൻ. കുരുതിക്ക് കളമൊരുക്കാനെന്നോണം അവർ 2 പേരും എത്തി. പകയോടെ അലക്സാണ്ടറും തന്റെ ബീവിക്ക് ആദ്യ രാത്രിയിൽ കൊടുത്ത വാക്ക് പാലിക്കാനായി ഷൺമുഖനും. അവനെ പറഞ്ഞയക്കുന്നതിന് മുന്നേ ഒരു ചോദ്യത്തിന് ഉത്തരം വേണമായിരുന്നു അലക്സാണ്ടറിന്. തന്റെ അച്ഛനെ എന്തിനു കൊന്നു? അവനിൽ നിന്ന് തന്നെ അത് കേൾക്കണം. പക്ഷേ ഒരു വാക്കുപോലും ഉരിയാടാൻ അവനാവില്ലല്ലോ. അഥവാ തന്റെ അറുത്തുകളഞ്ഞ നാവ് തുന്നിപ്പിടിപ്പിച്ചാലും ഉത്തരം നൽകാൻ
ഇത് ഇന്നലകളിലെ കണക്കുകൾ തീർക്കാനുള്ള രാത്രിയാണ്. കണക്കിലെ അവസാന സമസ്യയാണ് തമിഴ്നാട്ടിൽ നിന്നും അവർ മൂവരുടെയും മുന്നിലേക്ക് ഒരു പടയായി വരുന്നത്. തങ്ങളെ വർഷങ്ങളായി വേട്ടയാടിയ അപമാനത്തിന്റെ കറ മായ്ച്ചു കളയാനായി ഏതറ്റം വരെയും പോകാൻ ഒരുങ്ങിയ ചാവേർപ്പട. അവരുടെ തലവൻ ആ തമിഴൻ, മലയാമ്പക്കത്തെയും ചൂളമേട്ടിലെയും തമിഴ് മക്കൾ ആണ്ടവർ എന്ന് വിളിക്കുന്ന ദേവരാജ്. നിനക്ക് ഊണൊന്നും കഴിക്കണ്ടേന്ന് തന്നോ? അതേ, നാളേരം ചെറിയ തന്ന അമ്മ നല്ല ചമ്മന്തി അരച്ചുതരാം. ആ, എന്നാ എനിക്കിന്ന് ചോറ് വേണ്ട. ആ, അതടിച്ചു പോയി. അപ്പൊ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇന്ന് നമ്മളൊരു പുതിയ അധ്യായമാണ് എടുക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. വലുതാകുമ്പോൾ നിങ്ങൾക്ക് ആരാകാനും ഇഷ്ടം? എനിക്ക് വലുതാകുമ്പോ ഒരു സിനിമ പിടിക്കണം ടീച്ചറെ. കർഷകശ്രീ, ക്ഷീരശ്രീ, കുടുംബ കർഷകശ്രീ, ബാലകർഷകശ്രീ, മികച്ച നെല്ല്, തെങ്ങ്, വാഴ, പച്ചക്കറി, സമ്മിശ്ര കൃഷി കർഷകൻ എന്നീ ഇനങ്ങളിലും മികച്ച ഫാർമേഴ്സ് ക്ലബ്ബ്, കുടുംബശ്രീ, SHG എന്നീ ഇനങ്ങളിലും വെള്ളക്കടലാസിൽ പേര്, അഡ്രസ്, ഫോൺ, മത്സര ഇനം, കൃഷിയിടത്തിന്റെ വിസ്തൃതി എന്നിവ കാണിച്ച് ഓണം ുള്ളിൽ തന്നെ ഇത് വളർന്ന് വലുതാകുന്നു. ഇതാണ് ക്യാൻസറിന്റെ ഒരു പ്രധാന ലക്ഷണം. പലപ്പോഴും മാറാതെ നിൽക്കുന്ന ഒരു വ്രണം ക്യാൻസറിന്റെ ലക്ഷണമാകാം. സാധാരണ മരുന്നുകൾ കഴിച്ചിട്ടും 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പറയേണ്ട ഒരു കാര്യം, പലപ്പോഴും വായിക്കാത്തുണ്ടാകുന്ന വായ്പുള്ള അഥവാ ആക്സസ് അൾസർ. അമ്മ എന്നൊരു 3 രൂപ തരുമോ? ഇന്ന് സ്കൂളിൽ സിനിമ കളിപ്പിക്കുന്നുണ്ട്. ഭാഗത്തായി പ്രത്യക്ഷപ്പെടുന്ന ഈ അസുഖം മണി 10 ഇവിടുത്തെ തമ്പുരാൻ ഇതേ വരെ എണീറ്റിട്ടില്ല. അവനും ഉണ്ട്, അവന്റെ കുറെ കൂട്ടുകാരും ഉണ്ട്. എന്നാ വീട്ടുകാർക്ക് വല്ല ഗുണമുണ്ടോ? അതുമില്ല. അമ്മേ, ചായ. ഉച്ചയ്ക്ക് എണീക്കണവർക്ക് ഇവിടെ ചായ ഇല്ല. മനുഷ്യനെ ഇവിടെ ജോലി എടുത്ത് നടു ഒടിഞ്ഞിരിക്കുക.
കയറി 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 കയറി. വണ്ടിക്ക് ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്, അതൊന്ന് കാണിക്കണം. ഈ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഈ പെണ്ണും പ്രേമൊന്നും ഇല്ലെങ്കിലേ നമുക്ക് ഇടുന്ന ഷെട്ടി വരെ ബ്രാൻഡഡ് ആക്കാം. കേക്കണ്ട? ഹലോ ഹലോ, ആ സാറേ സാറേ സാറിന്റെ അടുത്ത പടത്തിൽ എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ ചാൻസ് തരാമോ? ഇല്ല സാറേ, ഞാൻ നന്നായിട്ട് പണിയെടുത്തോളാം. ഞാൻ ബംഗാളി പണിയുന്ന പോലെ പണിതോളാം. പ്ലീസ് സാർ, സാറേ പ്ലീസ്. നിനക്കറിയോ, അന്നത്തെ എൻ്റെ അപ്പന്റെ സ്ഥലത്തായി നീ തിയേറ്റർ നിൽക്കുന്നത്. ഒരു വാശിപ്പുറത്ത് എനിക്ക് ഇത്രയ്ക്ക് നേടാൻ പറ്റുമെങ്കിലേ നിനക്ക് നിന്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റൂടാ. എന്നെ എനിക്ക് ചെറുപ്പം മുതലേ അറിയണതല്ലടാ. നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കൊച്ചിയിൽ. പോവാനുള്ള പൈസക്ക് എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാ നിങ്ങൾ വിളിക്കണേ. അപ്പൊ നീ കഴിഞ്ഞ ആഴ്ച പോയതോ? ഓ, അത് കിട്ടിയില്ലേ. ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിലോ ജോലി തരണം. ഇതാണ് ഓരോ ബിടെക്കാരന്റെ അവസ്ഥ. ഇതിലും അത് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ പൊതിഞ്ഞേട്ടി വേറെ വല്ല പണിക്ക് പോണതാ. എടാ, നമ്മുടെ ജീവിതത്തിന് നമുക്ക് തന്നെ ഒരു പ്ലാനിങ് വേണോ? നീ കേട്ടിട്ടില്ലേ, പ്ലാൻ പണ്ണാമേ ഒന്നുമേ പണ്ണക്കൂടാതെ. എടാ, എനിക്കിപ്പോ ഒരു ഡയറക്ടർ ആകാൻ ആഗ്രഹം. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത്, ആദ്യം ഒരു സംവിധായകന്റെ അടുത്ത് പോകും. എന്നിട്ട് സംവിധായകനോട് ഞാൻ പറയും, സാറേ, ഞാൻ സാറിന്റെ വലിയൊരു ആരാധകനാണ്. എനിക്ക് സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാനാണ് ഭയങ്കര ആഗ്രഹം. കാല് പിടിക്കേണ്ട സീനൊക്കെ വന്നേക്കാം, എന്നാലും നമ്മൾ പിടിവിടൂല. ഇങ്ങനെയൊക്കെ സെന്റ് അടിക്കുന്ന സമയത്ത് അപ്പം ഞാൻ പറയും, സാറേ, എന്റെ കയ്യിലൊരു കഥയുണ്ടെന്ന്. അതിന് നിന്റെ വല്ല കഥ എങ്ങനെയുണ്ടാ? ഉണ്ടോന്നോ? എന്നെ പോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ നടക്കുന്ന എല്ലാവന്മാരുടെയും കാണും ഒരു അടിപൊളി സ്ക്രിപ്റ്റ്. എടാ, ഈ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. അതാ സൗബിക്കാട് ഈ പറവ. നിങ്ങൾ കണ്ടോടാ, ഒരു ദിവസം ഈ ചുവരുകളിൽ എന്നെങ്കിലും എന്റെ സിനിമയുടെ പോസ്റ്ററും വരും. യഥാർത്ഥത്തിൽ കഥയല്ല, കഥാനായകനാണ് വഴിമുട്ടി നിൽക്കുന്നത്. സാമ്രാജ്യങ്ങൾ കീഴടക്കാൻ പുറപ്പെട്ടു. പക്ഷെ അയാൾക്ക് വഴിമധ്യേ പടയാളികളെ നഷ്ടപ്പെട്ടു, ആയുധങ്ങൾ നഷ്ടപ്പെട്ടു. ജീവിതത്തിന്റെ മുമ്പിൽ തുറച്ചു നോക്കി നിൽക്കുകയാണ്. സാമ്രാജ്യം വേണോ, വിശപ്പടക്കാൻ ഭക്ഷണം വേണോ? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. സാമ്രാജ്യം കിട്ടിയാൽ ഭക്ഷണം ഒരു പ്രശ്നമാവുന്നില്ലല്ലോ. സാമ്രാജ്യം ഒരു വിദൂര സ്വപ്നവും ഭക്ഷണം നിലനിൽപ്പിന്റെ പ്രശ്നവുമായ
ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. എന്തായി കാര്യങ്ങള്? കാർത്തു നേരെ ഒരു പടം. അയ്യോ, അച്ഛൻ അന്വേഷിക്കുന്നുണ്ടാവും. നേരെ ഇരുട്ടി, മഴയും പെയ്യുന്നുണ്ട്. അന്വേഷിക്കട്ടോ. എന്നായാലും അച്ഛനത് അറിയണ്ടേ? ഞാൻ തന്നെ ഉണ്ടാക്കി തരാം. പോരെ? പേടിക്കണ്ട, ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം. പേടിക്കണ്ട. പലിശക്കാരൻ ചന്ദ്രന്റെ മോളാണുള്ള കിരീട്ടാ. എന്താ പരിപാടി? പ്ലീസ് പ്രശ്നം ഉണ്ടാക്കരുത്. ഗ്രേട്ട ചന്ദ്രന്റെ മോളാ. പ്രശ്നം ഉണ്ടാക്കരുത്. പ്ലീസ്, ഞാൻ പറയുന്നത്. ഹെൻറി, ഇനി നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? മഹേഷ് സാറിനൊന്ന് വിളിച്ചാലോ? പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് ചെമ്മണ്ണാമ്പതിയിലേക്കൊരു വഴിയുണ്ട്. 5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ കിഴവമ്പുത്തൂർ എന്ന ബോർഡ് കാണും. അവിടെ തന്നെ ചെക്ക് പോസ്റ്റും അമ്മൻകോവിലുണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വലത്തോട്ടൊരു മണ്ണിട്ട വഴിയുണ്ട്. കിട്ടിയ വിവരം വെച്ച് ആ വഴി ചെന്ന് അവസാനിക്കുന്നത് തോമസിൻ്റെ വീട്ടിലേക്കാണ്.